ജപ്പാനിൽ ഒരു ദിവസം ഒരാൾക്ക് ഫുഡിന് വേണ്ടി ഓൺ ആൻ ആവറേജ് എത്ര രൂപ ചിലവായെന്നൊന്ന് നോക്കിയാലോ. ഏർലി മോർണിംഗ് സൈറ്റ് സീയിങ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പം അവിടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും നേരത്തെ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ 24/7 ഓപ്പൺ ആയിട്ടുള്ള കൺവീനിയൻസ് സ്റ്റോഴ്സിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒരു സാൻഡ്വിച്ച് പ്ലസ് കോഫി. കൺവീനിയൻസ് സ്റ്റോറാണെന്ന് ഓർത്തുകൊണ്ട് ക്വാളിറ്റിയുടെയോ ടേസ്റ്റിൻ്റെയോ കാര്യത്തിലൊരു കോംപ്രമൈസും ഇല്ലാട്ടോ, നല്ല അടിപൊളി സംഭവമായിരിക്കും. അപ്പം അതിനുവേണ്ടി ഞങ്ങൾക്ക് ചിലവായത് ഓൾമോസ്റ്റ് 300 ഇന്ത്യൻ റുപ്പീസാണ്. ശേഷം ലഞ്ചിന് വേണ്ടി പോകുമ്പം ഒരു കാര്യം ഞങ്ങൾ നോട്ടീസ് ചെയ്ത്, മിക്കവാറും സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ മെഷീൻസ് വെച്ചിട്ടുണ്ടാവും. അവിടെ നമുക്ക് മെനു ഡിസ്പ്ലേഡ് ആയിരിക്കും. നമുക്കത് ചൂസ് ചെയ്യാം. ബോളിൻ്റെ സൈസും ടോപ്പിങ്സ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളവിടുത്തെ സ്പെഷ്യൽ റാമൻ ഒരു ദിവസം ട്രൈ ചെയ്തു. അതിനൊരു 1000 നമ്മുടെ 600 രൂപ അപ്രോക്സിമേറ്റ്ലി ആയി. അതിനുശേഷം ഡിന്നറിന് ഞങ്ങൾ ഒരു ദിവസം ഓമോ റൈസ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അത് ഓംലെറ്റിൽ കോട്ടഡ് ആയിട്ടുള്ള റൈസ് വിത്ത് കറിയാണ്. നല്ല അടിപൊളി സംഭവമായിരുന്നു, വെറൈറ്റി ആയിരുന്നു. അതിന് ഓൾമോസ്റ്റ് 1450 yen, നമ്മുടെ ഒരു 870 രൂപ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 1770 രൂപ, 1770 റുപ്പീസാണ് നമുക്ക് ചിലവായത് ഓൺ ആൻ ആവറേജ്. ഇതിലും നമുക്ക് വേണമെങ്കിൽ പ്രൈസ് കുറയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ പാക്കേജ്ഡ് മീൽസ് ഈ കൺവീനിയൻസ് സ്റ്റോഴ്സിൽ നിന്ന് തന്നെ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ അതിന് കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും. ഒരു 600 yen, നമ്മുടെ ഒരു 300 രൂപയ്ക്കൊക്കെ കിട്ടും. അത് മൈക്രോവേവിൽ കൊണ്ടുപോയി നമുക്ക് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കൂടുതൽ ജപ്പാൻ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.